എങ്ങനെയെങ്കിലും അച്ഛനമ്മ ഒരുമിക്കാനായിട്ട് മനു വന്ന് ബബിതയെ ഉപദേശിച്ചതിന് എന്തായാലും വഴിയുണ്ടായി. അതുകൊണ്ട് തന്നെ ബബിത ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിരിക്കാണ്. അമ്മ വന്ന് കയറിയതിൽ പിന്നെ അലീനയോട് അവളിപ്പോൾ നല്ല രീതിക്കാണ് പെരുമാറുന്നത്. എങ്ങനെയെങ്കിലും അമ്മയും അച്ഛനും സഹോദരങ്ങളുമായിട്ട് കുടുംബം ഒന്നായി പോകട്ടെ എന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. അവളുടെ ഈ മാറ്റം അലീനയെയും അത്ഭുതപ്പെടുത്താണ്. എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യുന്നതും അലീനയോട് നോർമലായി സംസാരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. മനുവിനെ വിളിച്ചിട്ട് അലീന ഈ കാര്യങ്ങൾ പറയാണ്. ബബിത വന്ന് ഇതുപോലൊക്കെ സംസാരിച്ചു, നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത്. അതുപോലെ വൈജ മാഡം വന്ന കാര്യങ്ങളും അതിനുശേഷമുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ പറയാണ്. അതുപോലെ സ്നാക്സും ജ്യൂസും ഒക്കെ ഹാളിൽ കൊണ്ടുവെക്കാൻ സഹായിച്ചു എന്നും ശിവങ്ങളും ഗംഗങ്ങളും ഒക്കെ വന്നിട്ട് അച്ഛനോട് സംസാരിച്ച കാര്യങ്ങളും എല്ലാം മനുവിനോട് പറയുന്നുണ്ട്. എന്നോട് അച്ഛനും വലിയച്ഛനും പറഞ്ഞിരുന്നു അലീന, അവിടെ വന്നപ്പോൾ അങ്കിൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയതൊക്കെ. പിന്നെ അങ്കിളിനെയും കുറ്റം പറയാൻ പറ്റില്ല, അങ്കിളുടെ മാനസികാവസ്ഥ അങ്ങനാണല്ലോ. അല്ല മേഡം ഇപ്പോൾ എങ്ങനെയുണ്ട്? അങ്കിളിനോട് മിണ്ടിയോ? ഏയ്, രണ്ടുപേരും ഇപ്പോൾ രണ്ട് സ്ഥലത്ത് തന്നെയാ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് നോക്കുന്നതൊക്കെ കാണാം. രണ്ടുപേരെയും കടിച്ചതിനുള്ള ദേഷ്യത്തിലാ നോക്കുന്നത്. പിന്നെ ഞങ്ങളിതിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും 4 പേരും കൂടി അവരെ ഒരുമിപ്പിക്കുക, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, രോഹിത് എന്ത് പറയുന്നു? അവനൊന്നും പറയുന്നില്ല മനുവേട്ടാ. കഞ്ഞി കൊടുക്കുന്നത് പോലും അവൻ എടുത്തെറിയ. ഞാൻ എന്ത് ചെയ്യാനാ? പറ്റുന്നത് പോലെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ നിന്റെ ചേച്ചിയാടാ, വേണമെങ്കിൽ DNA ടെസ്റ്റ് എടുത്ത് നോക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നോട് കുറച്ചെങ്കിലും ഒരു മയം വന്നിരിക്കുന്നത്. എപ്പോഴും കരച്ചില്ല, ഒരേ കിടപ്പ് തന്നെ, അല്ലാതെ ഒരു മാറ്റവും ഇല്ല. വല്ലാണ്ട് ഡിപ്രഷനിലേക്ക് പോവാണെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? മനു പറയാണ്. ഞാനും അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. പിന്നെ നോക്കാം 2 ദിവസം എങ്ങനെയുണ്ടെന്ന്. അതിനുശേഷം നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം എന്ന് പറയാണ്. അവനിപ്പോൾ എന്തായാലും ആ ഡ്രോമ എന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു വരണ്ടേ? അതവന് വല്ലാത്തൊരു ഷോക്കായിരുന്നല്ലോ. അതൊക്കെ ഒന്ന് മാറി ഒന്ന് കഴിഞ്ഞു വരുമ്പോൾ അവൻ ശരിയായിക്കോളും. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബബിത കൂടി നിന്റെ ഭാഗത്തായല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി അവൾ വിചാരിക്കുകയാണെങ്കിൽ എല്ലാം നേരെ നടക്കും എന്ന് പറയാണ്. എങ്കിലും എനിക്കിപ്പോൾ വലിയ സന്തോഷമായി. എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ആനയുടെ മുറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ കിടന്ന് മേഡം ബഹളാ. എന്നെ കാണണ്ട, എന്നെ മുഖം കാണുന്നതിന് വെറുപ്പാ, അങ്ങനെയൊക്കെയാ പറയുന്നത്. എന്ത് ചെയ്യാനാ, ആനയുടെ മകളാ നീ എന്നുള്ള കാര്യം ആനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. അതെ മനുവേട്ടാ, ഞാനും അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. സത്യങ്ങൾ ഒരു ദിവസം എല്ലാവരും കൂടി അറിഞ്ഞാൽ അന്ന് തന്നെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അത് അച്ഛനും വലിയച്ഛനും വന്നപ്പോൾ തന്നെ അങ്കിള് പറഞ്ഞിരുന്നു. എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ആൻറ്റിയെ ഡിവോഴ്സ് ചെയ്യും. അതുപോലെ തന്നെ വലിയൊരു പന്തലിൽ ഒരു ഡിവോഴ്സ് ആഘോഷം വിളിച്ചു കൂട്ടും. അതിനുശേഷം മയക്കിക്കൂടി എന്തുകൊണ്ടാണ് വൈജ ആൻറ്റിയെ ഡിവോഴ്സുള്ള കാരണമെന്ന് വിളിച്ചു കൂടി പറയുമെന്നൊക്കെയാ അങ്കിള് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം കഴിച്ചിട്ട് തുപ്പാനും ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വേത്ത അവസ്ഥയിലാ എല്ലാവരും. ആൻറ്റീനെ ഒന്നും അറിയിക്കാനും വയ്യ, അറിയിക്കാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയിൽ ഞങ്ങളെല്ലാം കൂടി വീർപ്പ് മുട്ടുക. നിങ്ങളെല്ലാം കൂടിയോ? അപ്പം എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ സ്വന്തം പെറ്റമ്മയാ എൻ്റെ കൺമുമ്പിലുള്ളത്. എന്നിട്ട് പോലും ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒരു വാക്ക് സംസാരിക്കാനോ പോലും എനിക്കാവുന്നില്ല. അതേ സമയത്ത് വേറെ ഏതോ ഒരുത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയുള്ള ചീത്ത പറച്ചിലും എന്നോട് വഴക്കും പ്രശ്നങ്ങളും. അതുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ അച്ഛന് മുമ്പിൽ ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിനകത്ത് വല്ലാത്ത കുറ്റബോധ. ഞാൻ കാരണമാണല്ലോ ഈ കുടുംബം ഇങ്ങനെ ചിന്തിച്ചതിൽ പോയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമാവുന്നുണ്ട് മനുവേട്ടാ. നീ എന്തിനാ വിഷമിക്കുന്നത്? അതിന് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ നിന്റെ കാര്യം നോക്ക്. അവരുടെ കാര്യങ്ങളൊക്കെ നീ വെറുതെ വിട്ടേക്ക് എന്ന് പറയാണ്. അങ്ങനെ അവർ ഫോൺ കട്ടാക്കുന്നുണ്ട്. അതിനുശേഷം അലീന രാത്രിയിലേക്കുള്ള ഡിന്നറെല്ലാം റെഡിയാക്കാണ്. എല്ലാം ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. കൃഷ്ണമോള് പറയാണ്, ഞാൻ കൊണ്ട് രോഹിത്തേട്ടനെ കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. രോഹിത്ത് അവിടെ വെച്ചേക്കാൻ പറയാണ്. രോഹിയേട്ടാ, മുഴുവൻ കഴിക്കണേ, ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അമ്മ കൂടി വന്നിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അച്ഛനും അമ്മയും തമ്മിൽ അത് വലിയൊരു ഇഷ്യൂ ആകും. ഞങ്ങൾ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സമാധാനപ്പെടുത്തി ഒരുമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ രോഹിയേട്ടനായിട്ട് പ്രശ്നം വഷളാക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അവിടുന്ന് പോവാണ്. രോഹി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതേ സമയത്ത് താഴെ എല്ലാവരും ഹാജരായി. പക്ഷെ വൈജ മാത്രം അങ്ങോട്ടേക്ക് വരുന്നില്ല. അലീന കൃഷ്ണയോട് പറയാണ്, മോളെ പോയി മേഡത്തിനെ വിളിച്ചോണ്ട് വാ.
അമ്മ ഇങ്ങോട്ട് വരുമെന്ന് തോന്നില്ല ചേച്ചി, ഞാൻ കൊണ്ടു കൊടുക്കാം. അതെന്തിനാ കൊണ്ടു കൊടുക്കുന്നത് എന്ന് ബാലൻ ചോദിക്കാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ രോഹിക്ക് മുറി കൊണ്ടു കൊടുക്കുവാണല്ലോ, രോഹിക്ക് ഇപ്പൊ സുഖമില്ലാഞ്ഞിട്ടല്ലേ, അതുപോലെ തന്നെ മേഡത്തിനും സുഖമില്ലല്ലോ അച്ഛാ, നമുക്ക് കൊണ്ടു കൊടുക്കാം എന്ന് പറയുമ്പം ആ ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണമോള് ആ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുമ്പം ഇതെല്ലാം അവളുണ്ടാക്കിയതല്ലേ, എനിക്ക് വേണ്ട എന്ന് പറയാണ്. അത് അലീന ചേച്ചി മാത്രം ഉണ്ടാക്കിയതല്ലമ്മേ, ഞാനും കൂടി സഹായിച്ചതാ, പിന്നെ അതുകൊണ്ട് അമ്മ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എൻ്റെ തലവിധി ഇവിടെ ആയിപ്പോയല്ലോ, എത്രയും പെട്ടെന്ന് ഞാനിവിടുന്ന് പോകും, അതുവരെ ഉള്ളല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ബാലിന് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വന്നിരുന്നാൽ അലീന ഉള്ളത് കൊണ്ട് അവൾ കഴിക്കില്ല, അലീനയുടെ അടുത്തേക്ക് വരില്ല എന്ന് അലീനയ്ക്ക് അറിയാലോ, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ബാലിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോവാണ്. അലീനയാണെങ്കിലോ അതിനുശേഷം ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവൾക്ക് ആകെപ്പാടെ മനപ്രയാസമാണ്, എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേ ഒന്നും അറിയില്ല. രണ്ടുപേരും രണ്ട് രൂപങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ അലീന, ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർത്തുകൊണ്ട് അവൾ വല്ലാണ്ട് മാനസികമായ ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോള് വരുന്നുണ്ട്. ബബുചേച്ചിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടല്ലേ ചേച്ചി? അതെ അതെ, മനുവേട്ടൻ വന്നിട്ടെന്ന് പറഞ്ഞതിൽ പിന്നെ നല്ല മാറ്റമുണ്ട്, എന്തായാലും മനസ്സമാധാനമായി, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം അമ്മയുടെ കൂടെ കൂടി അവളും ഉണ്ടാക്കിയേനെ, അതിപ്പോൾ നന്നായി വന്നെന്ന് പറഞ്ഞാൽ മതി. മോളെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അമ്മ ഇവിടുന്ന് പോകുന്നതിന് കാരണക്കാരി ഞാനല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, അതായിരിക്കും നല്ലത്. ചേച്ചി അച്ഛൻ അങ്ങനെ ചേച്ചിയെ പറഞ്ഞേക്കെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അല്ല മോളെ, ഒരു ഡിവോഴ്സിൻ്റെ വക്കീലോ പ്രശ്നങ്ങൾ രൂക്ഷമാവോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ പോയേ തീരുള്ളൂ, എങ്കിൽ മാത്രമേ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മാറുള്ളൂ. ചേച്ചി എവിടെ പോകാനാ ചേച്ചി? മോളെ ഇത്രയും വർഷം ഞാൻ ജീവിച്ചില്ലേ, ഇപ്പോഴല്ലേ എനിക്ക് ഇങ്ങനൊരു ഷെൽട്ടർ കിട്ടിയത്, അതുവരെ ഞാൻ എവിടെയായിരുന്നു എന്ന് ആർക്കെങ്കിലും അറിയോ? ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ എൻ്റെ പ്രജിത്താമ്മ മമ്മി ഉണ്ടായതുകൊണ്ട് മാത്രം ഇത്രയും കാലം ഞങ്ങൾ എല്ലാവരോടെ സഹോദരങ്ങളെ പോലെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഇപ്പം അമ്മയില്ലല്ലോ, എങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ജീവിക്കും മോളെ എന്നൊക്കെ പറയാണ്. അങ്ങനെ രാത്രിയിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞു പോകുന്നുണ്ടേ. ബബിതയ്ക്ക് ഒരു കോൾ വരികയാണ്. വിളിക്കുന്നത് അമലായിരിക്കും. അമലപ്പോൾ അവളോട് പറയാണ്, ഞാനിപ്പോൾ ജയിലിൽ പോകേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് പറയുമ്പം എന്താടാ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഞാൻ വണ്ടിയും കൊണ്ട് വരുന്ന വഴിക്ക് ഒരു കുടിയനായിരുന്നു എന്നെ വന്ന് വണ്ടി ഇടിച്ചു, അതിനുശേഷം അയാൾ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അയ്യോ, അയാൾ വന്ന് ഇങ്ങോട്ടിടിച്ചിട്ട് അയാൾ മരിച്ചോ? എന്നിട്ട് എന്താ സംഭവിച്ചേ? അത് പിന്നെ വലിയ വിഷയമായി. ഇവിടെയെങ്ങുമല്ല, കുറച്ച് ദൂരം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു കല്യാണ പാർട്ടിക്ക് പോയതായിരുന്നു, ആ സമയത്താണ് സംഭവിച്ചത്. ഇപ്പം അവരുടെ വീട്ടുകാരെല്ലാം കൊലപാതക കുറ്റത്തിന് എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമലെ കരയാണ്. അമലെ കരയാതെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം, അല്ല കേസ് രജിസ്റ്റർ ചെയ്താൽ ജയിലിൽ പോകേണ്ടി വരില്ലേ, അത് മാത്രമല്ല ശിക്ഷ ലഭിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അല്ലാണ്ട് ഒരാളെ കൊന്ന കുറ്റമല്ലേ, അയാൾക്കാണെങ്കിൽ 19 വയസ്സുണ്ട്, മക്കളും ഉണ്ട്, അതുകൊണ്ട് അവരെല്ലാവരും സ്ട്രോങ് ആയി നിൽക്കുക. അവർ അച്ഛനെ കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി എൻ്റെ നേരെ വന്നിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറയുമ്പോൾ അവരൊരു കോംപ്രമൈസ് ടോക്കിന് വിളിച്ചിരുന്നു. 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ എവിടെ നിർത്തിട്ട് കൊടുക്കാനാ? നിനക്കറിയാലോ എൻ്റെ അവസ്ഥ, ഞാൻ എങ്ങനെ കൊടുക്കും? അതാ ഞാൻ പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന്, എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, നീ സമാധാനപ്പെട്, നീ തെറ്റായിട്ടൊന്നും ചിന്തിക്കല്ലേ, അവർ എത്ര ദിവസം സമയം തന്നു? 2 ദിവസം കൂടി അവർ സമയം തന്നിട്ടുള്ളൂ. ഈ 2 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ കേസ് നിന്നെ ഒഴിവാക്കി തരാമെന്നാണ് പറഞ്ഞത്, പക്ഷേ അതിനുള്ളിൽ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കരയാണ്. അങ്ങനെ അമൽ ഫോൺ കട്ടാക്കാണ്. ബബിത ആകെപ്പാട് ടെൻഷനിലായിട്ടോ. എങ്ങനെയെങ്കിലും തൻ്റെ കാമുകനെ രക്ഷപ്പെടുത്തണമെന്ന് അവൾ കരുതുകയാണ്. എന്താണ് അതിനൊരു പോം വഴി എന്നാലോചിക്കുന്നുണ്ട്. അച്ഛൻ്റെ മുറിയിൽ കയറിയാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, അലമാരിക്കകത്ത് അതിനൊരു 10 ലക്ഷം രൂപ എടുത്താലോ എന്നാലോചിക്കുകയാണ്. അമ്മയുടെ മുറിയിലാണെങ്കിൽ സ്വർണവും പൈസയൊക്കെ ഇരിപ്പുണ്ട്, അതിൽ നിന്ന് എടുത്താലോ എന്നിങ്ങനെ അവൾ ആലോചിക്കുകയാണ്. എന്തെങ്കിലും ചെയ്ത് അമലിനെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമായിരുന്നു കേട്ടോ അവളുടെ മനസ്സിൽ. അങ്ങനെ അവൾ വൈജയുടെ മുറിയിലേക്ക് കയറിയിട്ട് അലമാരിയൊക്കെ തപ്പുന്നുണ്ട്. അപ്പോഴേക്കും വൈജ അങ്ങോട്ട് വരാണ്. ഡേ,
നീ എന്താണ് ഇവിടെ തപ്പുന്നേ എന്ന് ചോദിക്കുകയാണ്. അല്ലമ്മേ, ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് എൻ്റെ ഒരു കമ്മലോട് വെച്ചിരുന്നു, അത് കാണുന്നില്ല. അത് അതിനകത്തെങ്ങാനും കാണും. അല്ല, ഈ ചെറിയ ഓറ പൂട്ടിരിക്കല്ലേ, നീ പിന്നെ എങ്ങനെ അതിൽ വെക്കുന്നത്? അല്ലമ്മേ, അതിന് താക്കോൽ എവിടെയാ? താക്കോൽ എൻ്റെ തന്നെയുണ്ട്, അത് നിനക്കെന്നത്തിനാ? അല്ലമ്മേ, എൻ്റെ കമ്മൽ കാണുന്നില്ല, അത് ഓൾറെഡി പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ, താക്കോലും എൻ്റെ കയ്യിൽ തന്നെയല്ലേ, ഞാനതവിടെ സൂക്ഷിച്ചിട്ടാണ് പോയത്. പിന്നെ നീ എങ്ങനെ എടുക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. അമ്മയെങ്കിലും ഒന്ന് തുറന്ന് കാണിക്കോ, ഒന്ന് നോയിക്കോട്ടെ, വേറൊന്നും ഇല്ലല്ലോ അതിനകത്ത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വൈജ വന്ന് ആ ഓറ് തുറന്ന് കാണിക്കുമ്പം അതിനകത്ത് കുറേ സ്വർണവും പൈസയൊക്കെ ഇരിക്കുകയാണ്. ഇതിനകത്തുണ്ടോ നിന്റെ കമ്മല്? ഇതൊക്കെ അമ്മയുടെ അല്ലേ, ഇതിനകത്തൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ചു പോവാണ്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ആ താക്കോല് കിട്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അതിന് കുറച്ചെടുക്കായിരുന്നു എന്ന് ഓർക്കാണ്. എന്നിട്ട് അവളവിടെ ഒളിഞ്ഞു നിൽക്കുമ്പോൾ വൈജ ആ താക്കോല് ആ അലമാരി പൂട്ടിയിട്ട് ആ താക്കോലാണെങ്കിലോ അവിടുത്തെ ഒരു വെന്റിലേഷൻ പോലുള്ളൊരു സ്ഥലത്ത് ചെറിയൊരു ബോക്സ് പോലെ ഉണ്ട്, അതിലാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. അത് അവൾ കണ്ടുപിടിക്കുന്നുണ്ട്. അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പം അച്ഛൻ അവിടെ തന്നെ കാണുമല്ലോ. അത് മാത്രമല്ല, ആ മുറിയിൽ അച്ഛനൊരു CCTV കൂടി ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ആ മുറിയിൽ ഒന്നും പറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ ഈ വഴിക്കൊക്കെ? ഒന്നുമില്ല അച്ഛാ, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നോർത്ത് കയറി വന്നതാ. ഇതൊക്കെ അലീന രാവിലെ ക്ലീൻ ചെയ്തതാ, ഇനി ഇവിടെ ഒന്നുമില്ല. ശരി അച്ഛാ. പിന്നെ ഇപ്പം എൻ്റെ മോൾക്ക് കുറച്ച് മാറ്റമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, അത് നല്ലതിനാണോ, വിശ്വസിക്കാവോ എന്ന് ചോദിക്കുമ്പം എന്താ അച്ഛാ ഇത്, ഞാൻ അച്ഛൻ്റെ മോളല്ലേ, അച്ഛനെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ബബിത താഴേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അമ്മ തന്നെയാ സേഫ്. അച്ഛൻ്റെ മുറിയിൽ കയറിയാൽ പിടിക്കപ്പെടും, അത് ഉറപ്പാ. കാരണം അവിടെ CCTV ക്യാമറയും അച്ഛൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എപ്പോഴും അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാറുമുണ്ട്. പകല് മാത്രമാണ് അച്ഛൻ ജോലിക്ക് പോണത്, ആ സമയത്ത് കയറാനും പറ്റില്ല. പക്ഷെ അതിലും വലിയ വിഷയം അമ്മയാണ്. അമ്മ ഇപ്പോൾ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ആ മുറിന്ന് അതെടുക്കുമെന്ന് ആലോചിക്കാണ്. ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 പവൻ്റെ സ്വർണം, അത്ര മതിയായിരുന്നു അമലിൻ്റെ ആ പ്രശ്നങ്ങൾ മാറിയേനെ, അമലിൻ്റെ ജീവിതം തന്നെ രക്ഷപ്പെട്ടേനെ എന്നിവൾ ആലോചിക്കാണ്. അങ്ങനെ രാത്രിയിൽ എടുക്കാമെന്ന് ഇവള് പ്ലാൻ ചെയ്യുന്നുണ്ട്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങി കഴിയുമ്പം പതിയെ വൈദ്യരുടെ മുറിയിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് അവൾ കതക് തുറക്കുമ്പം വൈദ്യ നോക്കുമ്പം അവിടെ ഉണർന്നിരിക്കുമായിരിക്കും. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, അമ്മ ഉറങ്ങിയോ നോക്കാൻ വന്നതാ. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, ഒന്ന് പോയി തരാവോ, അത് മതി എന്ന് പറയുമ്പോഴേക്കും അവള് ദേഷ്യപ്പെട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. അമ്മയ്ക്ക് രാത്രിയിൽ ഉറക്കമില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് പോവാണ്. അപ്പോഴേക്കും അമല് അവളെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുമ്പം ബബിത പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 2 ദിവസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഇന്ന് ഒരു ദിവസം പോയി, നാളെ ഉറപ്പായിട്ടും ആ പൈസ കൊടുക്കാൻ പറ്റും. എനിക്കതിൽ വിശ്വാസമുണ്ട്. ഇവിടെ അമ്മയുടെ കുറേ സ്വർണവും പണവും ഒക്കെ ഇരിപ്പുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും അതൊന്ന് അടിച്ചു മാറ്റാൻ നോക്കട്ടെ. അയ്യോ, അതൊന്നും വേണ്ട, പുറത്തറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നമില്ല, നിനക്ക് വേണ്ടിയല്ലേ, ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് പറയാണ്. എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് അമല ഫോൺ കിട്ടാക്കാണ്. എന്നിട്ട് അമ്മയുടെ കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എങ്കിലും അവൾ ഇത്ര മണ്ടിയായി പോയല്ലോടാ. മണ്ടിയല്ലടാ, എന്നെ അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ വിളിച്ചാലേ അവൾ എവിടെ വേണമെങ്കിലും വരും, എന്ത് വേണമെങ്കിലും ചെയ്യും, അത്രയ്ക്ക് എൻ്റെ വിശ്വാസമാണ്. 1.5 വർഷമായിട്ട് ഞങ്ങൾ ഡീപ്പ് റിലേഷൻഷിപ്പിലാണ്. അവൾ ഓർത്തിരിക്കുന്നത് ഞങ്ങളുടെ ദിവ്യപ്രേമമാണെന്നാ. എന്തായാലും ഈ 10 ലക്ഷം രൂപ എനിക്ക് അത്യാവശ്യമാടാ. എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ആ സംഭവം എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അല്ലടാ, നിനക്കെങ്കിലും അവളോട് പറഞ്ഞാൽ പോരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 10 ലക്ഷം രൂപ തരാനായിട്ട്? ഒന്നും ശരിയാവിടാ. സ്വന്തം കാലിൽ നിന്ന് ഞാൻ ഉയർന്നു കാണണമെന്നാ എൻ്റെ അമ്മയ്ക്കച്ഛനൊക്കെ ആഗ്രഹം. എനിക്ക് അത് നേടിയെടുക്കണം. എങ്കിലും അവൾ പറയില്ലടാ ഈ കാശ് അവളുടെ കൂടിയാണെന്ന്. എടാ, അതെ, പൊന്മുട്ടിടുന്നത് താറാവാ. ഒറ്റടിക്ക് അവളെ കൊല്ലാതെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, അതാ എൻ്റെ ആഗ്രഹം. എങ്ങനെയെങ്കിലും അവളുടെ സ്വത്തുക്കളുടെ കുറച്ചെങ്കിലും എൻ്റെ കയ്യിൽ എത്തണം. അപ്പോൾ നിനക്കവളെ കെട്ടാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലടാ? അല്ല, നീ കെട്ടിയാൽ ആ ഒരു പങ്ക് സ്വത്ത് നിനക്കങ്ങ് കിട്ടില്ലേ? അതിലോടൊന്നും എനിക്കുള്ള താല്പര്യമില്ലടാ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വേറെ പണച്ചാക്ക് എൻ്റെ വലയെ വന്ന് വീഴുന്നുണ്ട്. ഇവളെക്കാട്ടിലും പണച്ചാക്ക. അവരുടെ വീട്ടിലെ 4 മക്കളുണ്ട്. 4 ഷെയർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടാനാ? എടാ, എങ്കിലും സ്വർണ്ണക്കട മുതലാളി ഇല്ലടാ അവളുടെ അച്ഛൻ.
അതൊക്കെ ശരിയാടാ, പക്ഷെ ഞാനിപ്പോൾ കണ്ട ആളെ ഒറ്റ മോളേ ഉള്ളൂ. ആ കോടിക്കണക്കിന് സ്വത്തും അവൾക്ക് സ്വന്താടാ. അവക്കേ ഇപ്പം എന്നോട് ഇങ്ങോട്ടൊരു ഇമ്പ്രസ്സാ. അതുകൊണ്ട് അവക്കൂടി വേണ്ടി ചിലവാക്കാൻ വേണ്ടിയിട്ടാ ഈ പൈസയും കൂടി. അവളുടെ മുമ്പിൽ ഞാൻ ഭയങ്കര സെറ്റപ്പാന്നൊക്കെ തോന്നിപ്പിക്കേണ്ടേടാ. അതിനുവേണ്ടി കുറച്ച് രൂപ ചിലവാക്കണം. കുറച്ച് അങ്ങോട്ടിട്ടാലേ ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവളെ മാക്സിമം എനിക്ക് പിഴിയണം. നല്ലൊരു ബിസിനസ് തുടങ്ങി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ജയിച്ച് കാണിക്കണം. അങ്ങനെയാണെങ്കിലേ ആ കോടിക്കണക്കിന് സ്വത്ത് എനിക്ക് കിട്ടും. കോടിയാണോ ലക്ഷമാണോ വലുത് എന്ന് ചോദിക്കാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഈ സമയത്താണല്ലോ ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും അമലിനെക്കുറിച്ച് ഓർത്തിട്ട് കിടക്കാണ് കേട്ടോ ബബിത. അങ്ങനെ ബബിത രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ മുറിയിലേക്ക് ചെല്ലാണ്. ഈ സമയത്ത് വൈജ പറയുന്നുണ്ട്, ആഹാ നീ രാവിലെ എത്തിയോ? ഇതാമ്മ ചായ തരാൻ വന്നതാ. കൊള്ളാലോ, നല്ല മാറ്റമായല്ലോ. ആ ഞാനെന്തായാലും കുളിച്ചിട്ട് വരാം, ആ ചായ ഇതാ എന്നും പറഞ്ഞുകൊണ്ട് ചായ വാങ്ങിച്ച് കുടിക്കാണ്. അല്ലമ്മേ, കുളിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, നീയേ അവിടെ നിന്നൊരു കസേര എടുത്ത് ആ ബാത്റൂമിലേക്ക് ഇട്ടേരെ, ഞാൻ കയറി കുളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവള് ആ കസേര എടുത്ത് ബാത്റൂമിൽ ഇട്ട് കൊടുക്കാണ്. അങ്ങനെ വൈജ അകത്തേക്ക് കയറിയിട്ട് അവിടെ ഇരുന്ന് കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഡോർ ലോക്ക് ചെയ്യാണ് വൈജ. പെട്ടെന്ന് തന്നെ ബബിത ഇതാണ് പറ്റിയതൊക്കെ എന്നും പറഞ്ഞിട്ട് ആ റൂമിൻ്റെ ഡോർ ലോക്കാക്കിയതിന് ശേഷം അവിടെ ഇരുന്ന് പോയി താക്കോൽ എടുക്കാണ്. എന്നിട്ട് അലമാര തുറന്ന് ആ പണവും ആ ഒരു സ്വർണമൊക്കെ നോക്കുന്നുണ്ട്. പണം എടുത്താൽ അവ പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേങ്കിൽ സ്വർണം കൊണ്ട് വിറ്റാലും അത് അന്വേഷിച്ച് വന്നാൽ അത് പ്രശ്നമാവും. എങ്ങനെ പോയാലും ഇത് 10 ലക്ഷം രൂപ മേളിലുണ്ട്. എങ്ങനെയാണെങ്കിലും അടിച്ചു മാറ്റിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലോർക്കാണ്. അങ്ങനെ 10 ലക്ഷം രൂപ പെട്ടെന്ന് അവൾ എടുത്തുകൊണ്ട് അവിടെ വെക്കാണ്. എന്നിട്ട് ബാക്കിയെല്ലാം അലമാരിൽ അടച്ച് പഴയതുപോലെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഡോറ് തുറന്ന് അവൾ പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവളുടെ ബാഗിലേക്ക് ആ ഒരു പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാണ്. എന്നിട്ട് അമലിനെ വിളിക്കുന്നുണ്ട്. അമലെ, പൈസയൊക്കെ റെഡിയാ, എത്രയും പെട്ടെന്ന് ഞാനത് കൊണ്ടുതരാം. അല്ല, നീ എങ്ങനെ കൊണ്ടുവരും? വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും? അത് പിന്നെ എന്തെങ്കിലും ഷോപ്പിങ്ങിനാണെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാം. എന്നാൽ ശരി എന്ന് അവനും പറയുന്നുണ്ട്. അങ്ങനെ അലീനോട് പോയിട്ട് ബബിത പറയാണ്, അച്ഛനും അമ്മയും എന്തിയേ? അമ്മ കുളിക്കല്ലേ, നീ കണ്ടില്ലായിരുന്നോ? അച്ഛൻ പിന്നെ ഓഫീസിലേക്കൊക്കെ പോയിട്ട് ഒരുങ്ങാം. എനിക്ക് ഒരു അത്യാവശ്യം ഷോപ്പിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ഈ സമയത്തോ? ഇപ്പം എന്തിനാ പോണേ? അതിന് 9 മണി പോലും ആയില്ലല്ലോ. അല്ല, അത് കട തുറക്കുമ്പോഴേ പോയി മേടിക്കുകയാണെങ്കിൽ ഒത്തിരി തിരക്കില്ലല്ലോ, അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അലീന ചോദിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും നീ മാറിയെന്നെ വിശ്വാസം. അമലിനെ കാണാൻ പോവാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട് അവിടെ കാത്തു നിൽക്കും. അവക്കൂടി കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അവളെയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അതുകൊണ്ട് പോവാ. എനിക്കൊരു ജോഡി മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ശരി ശരി എന്ന് അലീന പറയാണ്. അലയുടെ മനസ്സിൽ എങ്കിലൊരു വിഷമമുണ്ട്. ഇനി കാണാൻ പോകണത് അവനെങ്ങാനും ആയിരിക്കോ എന്ന് ആലോചിച്ചുകൊണ്ട് അലീന നിൽക്കാണ്. അങ്ങനെ ബബിത പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് അമൽ നിൽക്കുന്നിടത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ഈ ബാഗ് സഹിതം അമലിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അമലെ, എത്രയും പെട്ടെന്ന് നീ ഇത് കൊടുത്ത് കേസ് നൂറാൻ നോക്ക്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല എന്ന് പറയുമ്പം, നീ ഉള്ളപ്പോൾ എനിക്കെന്ത് സംഭവിക്കാനാ? ഇപ്പം തന്നെ നീ ഇത്രയും തുക കൊണ്ട് തന്നില്ലേ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഊരിപ്പൊക്കോളാം എന്ന് പറയാണ്. ഇതൊക്കെ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പം, നന്ദി എന്തിനാ, ഞാൻ നിന്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ, അത് സ്ത്രീധനത്തിൽ കൂട്ടിയാൽ മതി എന്നൊക്കെ കളിയാക്കി പറയാണ് അവള്. അങ്ങനെ അമല് അവിടുന്ന് പോകണുണ്ട്. അങ്ങനെ ബബിത സ്വന്തമായിട്ട് തന്നെ ഒരു കടയിൽ കയറി അവൾക്ക് ഒരു ജോഡി ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വീട്ടിൽ വരുമ്പോൾ തെളിവ് കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് അവിടെ ആഹാരം കഴിച്ചിട്ടിരിക്കുകയായിരിക്കും ബാലേന്ദ്രനും അതുപോലെ കൃഷ്ണമോളും ഒക്കെ. അല്ല, നീ നേരം വിളിക്കുന്നതിന് മുമ്പ് എവിടെ പോയതാ ബബിതേ? അച്ഛാ, ഞാനെൻ്റെ ഒരു ഫ്രണ്ടിനൂടെ പോയതാ. അവൾക്ക് ഏതോ കല്യാണത്തിന് പോകാൻ അത്യാവശ്യമായിട്ട് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു. എന്നെയും കൂടെ ഒന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൾക്കും ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ എനിക്കൂടെ ഒരെണ്ണം എടുത്തു എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലെപ്പോഴും അലിനിക്ക് വലിയ സ്ഥാനമാണല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനൊന്ന് മയക്കാൻ വേണ്ടിയിട്ട് ദേ അലിന ചേച്ചിക്ക് ഞാനൊരു ജോഡി മേടിച്ചിട്ടുണ്ട്. അലിന ഞെട്ടിപ്പോവാണ്. എന്താ നീ പറഞ്ഞ ബബിതേ? എനിക്കോ? എൻ്റെ ഡ്രസ്സുകളൊക്കെ കീറിക്കളഞ്ഞത് നീ തന്നെയല്ലേ? ആ, അതിൻ്റെ പ്രായശ്ചിത്താണെന്ന് കൂട്ടിയാൽ മതി. ദാ ഇത് ഒരു ജോഡി ഡ്രസ്സുണ്ട്, ചേച്ചി ഇരുന്ന പോലത്തെ ചുരിദാർ തന്നെയാ. കൃഷ്ണമോളെ, നിനക്കും ഉണ്ട് എന്ന് പറയാണ്. ആഹാ, ഇത് വല്ലാത്ത മാറ്റമായിപ്പോയില്ലേ ബബിതേ എന്ന് ബാലകൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിത അവൾക്കുള്ളതും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയിട്ട് ഡോർ ലോക്ക് ചെയ്യാണ്.
അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, ഈ ചേച്ചിയുടെ മാറ്റമൊക്കെ വിശ്വസിക്കാവോ അല്ല ചേച്ചി? വിശ്വസിക്കാതിരിക്കാം, എങ്കിലും നമുക്കൂടെ കൊണ്ട് തന്നല്ലോ. എന്നെ അവൾ ഓർത്തല്ലോ. എന്നോട് ഭയങ്കര വെറുപ്പായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ എൻ്റെ ഡ്രസ്സുകൾ പോലും കത്ര കൊണ്ട് കണ്ടിച്ചു കളഞ്ഞത്. എന്നിട്ടിപ്പോൾ അവൾ ആ സ്ഥാനത്ത് എനിക്കൊരു ജോഡി കൊണ്ടു തന്നല്ലോ. അത് തന്നെ വലിയ സന്തോഷം എന്ന് പറയാണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ അമലാണെങ്കിലോ അവൻ വിചാരിച്ച പോലെ ആ കാമുകിക്ക് കുറേ സാധനങ്ങളും ഐഫോണും ഒക്കെ വാങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് അവനൊരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. പാവം ബബിത ഒന്നും അറിയാതെ അവൾ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബബിത അമലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എത്ര ദിവസമാണേലും അമ്മ ഇത് കണ്ടുപിടിക്കും. 10 ലക്ഷം രൂപയല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പം എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. എടി, നമ്മളെപ്പോഴും കാണാൻ വരുമ്പം തടസ്സം നിൽക്കുന്നത് ആരാ? അലീനയല്ലേ? അത് മാത്രമല്ല, നിന്റെ വീട്ടിലിപ്പോൾ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും കാരണം ആരാ? നിന്റെ ഏട്ടൻ ജയിലിലേക്ക് പോയതിനും നിന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയതും അച്ഛൻ ഹോസ്പിറ്റലായതും വീടിപ്പോൾ തകർന്ന് തരിപ്പണായതിനൊക്കെ കാരണക്കാരി ആരാ എന്ന് ചോദിക്കുമ്പം അലീനയാണെന്ന് അവൾ പറയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കേ അലീനയുടെ പേരിലേക്ക് ഇതങ്ങോട്ട് ചാർത്തി കൊടുക്കാം. അയ്യോ, അത് വേണോ? ഇപ്പം എല്ലാവരും കൂടി ഒത്തൊരുമയോടെ പോയിക്കൊണ്ടിരിക്കുക അമ്മയെ അച്ഛനെ ഒരുമിപ്പിക്കാൻ. എടി, നീ ഇത്ര വിവരമില്ലാതായി പോയല്ലോ. നിന്റെ അമ്മ എന്താ പറഞ്ഞേ? അലീന അവിടെ ഇല്ലെങ്കിൽ നിന്റെ അമ്മ കാണുമെന്നല്ലേ? അപ്പോൾ അമ്മയെ അച്ഛനെ ഒരുമിപ്പിക്കില്ലേ? അലീനയാണല്ലോ അവിടുത്തെ തടസ്സം. അതുകൊണ്ട് നീ ഇത് അലീന ചെയ്തതെന്ന് വേർതി തീർക്ക്. അങ്ങനെ ആകുമ്പോൾ അലീനയെ പൊക്കിക്കോളും എന്ന് പറയാണ്. നീ ഇത് ചെയ്തില്ലെങ്കിലേ നമ്മൾ പിടിക്കപ്പെടത്തേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അലീനയുടെ തലയിലേക്ക് ഇത് ഇടുന്നതായിരിക്കും നല്ലത് എന്ന് പറയാണ്. അങ്ങനെ മനസ്സിലൂടിയിട്ട് അവൾ അതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ദിവസം കഴിയുകയാണേ. ഈ സമയത്ത് വൈജ അവളുടെ അലമാര തുറന്ന് എത്ര രൂപയുണ്ട്, എല്ലാ സേവിങ്സ് എത്ര ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൾ തുറന്നു നോക്കാണ്. ഈ സമയത്താണ് പൈസ പോയ കാര്യം അവൾ അറിയുന്നത്. ഇത് കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ബബിതെ, കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ഹാളിലേക്ക് ഓടിക്കൂടുന്നുണ്ട്. ബബിതയ്ക്ക് കാര്യം മനസ്സിലായിട്ടോ. എല്ലാവരും ഹാളിലേക്ക് വരികയാണ്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ബാലനാണെങ്കിലോ മുകളിൽ നില നിൽപ്പുണ്ട് കേട്ടോ. എവിടെ എൻ്റെ അലമാരയിലിരുന്ന പൈസയും സ്വർണമൊക്കെ എവിടെ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നേ? പൈസയും സ്വർണമൊക്കെയോ? അതൊക്കെ എടുക്കാനായിട്ട് ആര് വരാനാ? അത് എനിക്കും അറിയണ്ടേ. ഈ വീട്ടിൽ നിന്നുള്ള ആളാണ് തന്നെയാ അത് എടുത്തിരിക്കുന്നത്. എന്തായാലും ഞാൻ പോകുന്ന സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് കാണാതായിരിക്കുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞോ, എവിടെ എൻ്റെ പൈസ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണ പറയാണ്, അമ്മേ, ഞങ്ങൾക്ക് എന്തിനാ പൈസ? ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ തരുന്നുണ്ടല്ലോ. അച്ഛൻ്റെ കയ്യിലും ആവശ്യത്തിന് പൈസയുണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ അച്ഛൻ തരുമല്ലോ. ഏട്ടനാണെങ്കിലോ ATM കാർഡും ഉണ്ട്. ബബിതേച്ചിക്കും അച്ഛൻ ആവശ്യത്തിന് കാശ് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാമേ അതൊക്കെ എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പം വൈജ പറയാണ്, അപ്പോൾ നിങ്ങൾ ആരും ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അലിനോട് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുകയാണ്, എവിടെടി എൻ്റെ പൈസ, എവിടെടി എന്ന് ചോദിക്കുന്നുണ്ട്. ദേ മേഡം, അനാവശ്യം പറയരുത്. ഇതുവരെ കള്ളി എന്നുള്ള പേര് മാത്രം എനിക്ക് നിങ്ങൾ ചേർത്ത് തന്നിട്ടില്ല. ഇനിയിപ്പോൾ അതും കൂടി വേണ്ട. ഞാനത് എടുത്തിട്ടില്ല. എനിക്കറിയാടി, നീ തന്നെ എടുത്തത്. എൻ്റെ മക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരിഷ്ടം പോലെ കാശുള്ളവർ തന്നെയാ. നീ ഒറ്റ എടുത്തിയാണ് അനാഥപ്രദം വന്ന് കയറിയിരിക്കുന്നത്. നശിച്ചവള്, കള്ളി. മര്യാദക്ക് പറടി, എൻ്റെ കാശ് എവിടെ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും മലീന കൈ ചൂണ്ടിക്കൊണ്ട് വൈദ്യുതി നേരെ വരുന്നുണ്ട്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മര്യാദക്ക് ഇരുന്നോളാം. എൻ്റെ മേഘട്ട് കയറാൻ വരരുത്. ഞാൻ ആ പണം എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാ പണം എടുത്തത് എന്ന് ചോദിക്കുകയാണ്. അതെനിക്കറിയില്ല. ഇനിയൊരു പക്ഷേ എന്നെ കള്ളിയാക്കാൻ മേഡം തന്നെ മാറ്റി വെച്ചതായിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും താഴേക്ക് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. ആവശ്യമില്ലാതെ അവളെ കള്ളിയാക്കാനോട് ശ്രമിക്കണ്ട. അവളുടെ അക്കൗണ്ടിൽ ഓൾറെഡി 30 ലക്ഷം രൂപ കിടപ്പുണ്ട്. അത് മാത്രമല്ല, അവൾ എത്ര ചോദിച്ചാലും ഞാൻ കൊടുക്കും. കോടികൾ വേണമെങ്കിലും ഞാൻ കൊടുക്കും. അതുകൊണ്ടേ ആരും അവളുടെ മുഞ്ചത്തോട് കയറണ്ട എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് രോഹിത്തോട് മിണ്ടാതെ കിടക്കാണ്. വൈജ പറയുന്നുണ്ട്, എല്ലാവരും മുറി ചെക്ക് ചെയ്യണം. പോയിരിക്കുന്നത് 1.5 ലക്ഷം രൂപയല്ല, 10 ലക്ഷം രൂപയാ എന്ന് പറയാണ്. എങ്കിലും അതെവിടെ പോയെന്ന് എനിക്കറിയണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മലീന മുറിയിലേക്ക് പോയിട്ട് അവളുടെ ബാഗ് സാധനമെല്ലാം കൊണ്ടുവന്ന് ഹാൾ ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. ദേ മേഡം നോക്ക്, ഇതിനകത്ത് എവിടെയെങ്കിലും പൈസ ഉണ്ടെന്ന് മേഡം കണ്ടുപിടിക്കുക എന്ന് പറയാണ്. അങ്ങനെ അവളുടെ ബാഗെല്ലാം കുഴഞ്ഞിട്ട് വൈകി നോക്കുന്നുണ്ട്. ഈ സമയത്താണ് അവളുടെ ബാഗിൽ നിന്നും ഒരു കെട്ട് നോട്ട് താഴേക്ക് വീഴുന്നത് കാണുന്നത്.
ഇത് എന്താടി ഇത് എൻ്റെ പൈസ തന്നെയാ, ഇതിന്റെ ബാക്കിയായി കാണാതെ പോയിരിക്കുന്നത് എന്ന് പറയാണ്. ഇത് കണ്ട് അലീന ആകെപ്പാടെ ഞെട്ടി നിൽക്കാണ്. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവളുണ്ടല്ലോ ബബിതയെ വിളിച്ചിട്ട് അമല പറയുന്നുണ്ട്, അമ്മയുടെ അലമാരിൽ നിന്നും 1 ലക്ഷം രൂപ കൂടി എടുക്കണം, എന്നിട്ട് അലീനയുടെ ബാഗിലേക്ക് കൊണ്ട് വെച്ചേരെ. തപ്പി നോക്കുമ്പോൾ അലീനയാണെന്ന് പറയാലോ. തെളിവുള്ളപ്പോൾ പിന്നെ എല്ലാവരും അവളെ സംശയിച്ചോളും, നിന്നെ ആരും സംശയിക്കില്ല എന്ന് പറയാണ്. എങ്കിലും അത് വേണോ? അത് വലിയ പ്രശ്നമാവില്ലേ? പിടിക്കപ്പെട്ടാൽ നമ്മൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് ചാടും എന്ന് പറയാണ്. അതൊന്നും ഉണ്ടാവില്ല, അലീനെ പുറത്താക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നിന്റെ ആവശ്യമല്ലേ? നിന്റെ കുടുംബം നന്നായിട്ട് പോകണ്ടേ? നിന്റെ അമ്മയും അച്ഛനും പഴയതുപോലെ സന്തോഷമായിട്ട് കഴിയണ്ടേ? അതിന് ആ അലീന അവിടുന്ന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും നീ അത് ചെയ്യുക. അത് വേണോ? എനിക്കെന്തോ പേടിയാവുന്നു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ വിഷയമാവില്ലേ? പോലീസിലെല്ലോ അമ്മ കേസ് കൊടുത്താലോ? അമ്മ അതും ചെയ്യും. ചേച്ചിയോടിപ്പോൾ ഭയങ്കര ദേഷ്യമല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പം അതെന്തൊരു ചോദ്യമാ, എനിക്ക് പിന്നെ ഇഷ്ടമില്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്ക്. അതോ നിനക്ക് അവളാണോ വലുത്? ഏയ് അങ്ങനെയൊന്നും ഇല്ല. മനുവേട്ടൻ പറഞ്ഞതുകൊണ്ട് കുടുംബം ഒത്തൊരുമയോടെ പോകാനായിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാ, അല്ലാതെ അവളോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് അനുസരിക്ക് എന്ന് അമല പറയാണ്. അമല പറഞ്ഞ പ്രകാരമാണ് അലീനയുടെ ബാഗിനുള്ളിൽ ഇവളും കൊണ്ടുവന്ന് ആ പൈസ വെക്കുന്നത്. ഈ പൈസ കണ്ടപാടെ അലീന ഞെട്ടിപ്പോവാണ്. ഇപ്പം എങ്ങനെയുണ്ട്? അവളുടെ അക്കൗണ്ട് 30 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കോടികൾ കൊടുക്കുമെന്നും പറഞ്ഞല്ലോ, എന്നിട്ടും കണ്ടില്ലേ അവളുടെ ബാഗിൽ പൈസ? ഇവള് തന്നെ എടുത്തെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കഴിഞ്ഞൊരു ദിവസം ഇവള് പുറത്തേക്ക് പോയിരുന്നല്ലോ, ആ സമയത്ത് ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പോയതായിരിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല, ഇതെങ്ങനെയാ വന്നെന്ന് എനിക്കറിയില്ല. എൻ്റെ ബാഗിലല്ല, എൻ്റെ അക്കൗണ്ടിലല്ലാതെ തന്നെ 30 ലക്ഷം രൂപ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ എടുക്കാൻ പോണത്? മാസം ശമ്പളവും എനിക്ക് നൽകുന്നുണ്ട്, ആ 30 ലക്ഷം രൂപ ഇതുവരെ തൊട്ടിട്ട് കൂടിയില്ല എന്ന് പറയാണ്. മോളെ, എനിക്കറിയാം നീ അത് ചെയ്യില്ല എന്ന്. ഇത് മറ്റാരുടെ കളിയാ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നുകിൽ ഇവള് തന്നെ ആയിരിക്കും ബാക്കി പൈസ കൊണ്ട് മാറ്റിയിട്ട് നിന്റെ പേരിൽ കള്ളിയാക്കുന്നത്. അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ സത്യ. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 10-15 ലക്ഷം രൂപയാണ് കാണാതെ പോയത്. ഞാൻ മിനിങ്ങാനും കൂടി ബബിത വന്നപ്പോൾ തുറന്നതാ. ആ സമയത്ത് അവിടെ പൈസ ഇരിക്കുന്നത് ഞാൻ കണ്ടതാ. അതിനുശേഷം അപ്പോൾ പൈസ കാണാതെ പോയിരിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് പോയത് ഇവള് മാത്രമല്ലേ? അതങ്ങനെ ഇവള് മാത്രം പുറത്തേക്ക് പോണത്? ഞാൻ ജ്വല്ലറിലേക്കും ബബിത ഷോപ്പിങ്ങിനും കൃഷ്ണമോൾ സ്കൂളിലേക്കും ഒക്കെ പോകുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇവള് മാത്രമേ കള്ളിയാവും? നിങ്ങളുടെയൊക്കെ എന്താ പൈസ ഇല്ലേ? കക്കണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വിഷയം ആകെപ്പാടെ അവിടെ പോഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്, അതായത് ഇത് കണ്ടുപിടിക്കുവോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് നമ്മൾ യാസി ക്രിയേഷൻസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുവേ. ലിങ്ക് നമ്മൾ കൊടുത്തേക്കാവേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഒരുപാട് ലോങ് ആയി പോയതാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.